ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഗുരുവായൂരപ്പനെ കുറിച്ചാണ് ഓരോ ദിവസത്തെയും എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന വീഡിയോ സീരീസിലൂടെ നമ്മൾ പഠിക്കുന്നത്. നമുക്കെല്ലാവർക്കും, പല ഭക്തർക്കും അറിയാവുന്ന കഥകളും അറിയാത്ത കഥകളും, അറിയുന്ന കഥകളിൽ കുറേ ട്വിസ്റ്റുകളും കുറേ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മളിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇതുവരെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വീഡിയോസ് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾക്കറിയാവുന്ന കഥകൾ കൂടാതെ അറിയാത്ത കഥകളും, അറിയുന്ന കഥകളിൽ കൂടുതൽ ഡീറ്റെയിൽസും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗുരുവായൂരപ്പനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്നേരം ഒരുപാട് ആഴത്തിൽ ഗുരുവായൂരപ്പൻ്റെ ലീലകൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സീരീസിൻ്റെ പേര് എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ഇട്ടത്. നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട്. എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ അനുഭവങ്ങളുള്ള എല്ലാവരും കമൻസിൽ തീർച്ചയായിട്ടും എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്നിടണം. ഗുരുവായൂരപ്പനുമായിട്ട് നല്ല ആഴത്തിൽ ഇഷ്ടമുള്ള എല്ലാവരും എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് തീർച്ചയായിട്ടും കമൻസിലിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ നന്ദോത്സവം, ഭഗവാൻ അവതരിച്ചതിന് ശേഷം നന്ദമഹാരാജും യശോദ അമ്മയും എങ്ങനെ വളരെ ഭംഗിയായിട്ട് വൃന്ദാവനത്തിലുള്ള എല്ലാവരും, ബ്രജത്തിലുള്ള എല്ലാവരും ആഘോഷിക്കുന്നതായിട്ട് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. പുതനാമോക്ഷമാണ്. അതിൻ്റെ പല ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്തസരസ്വതീതി നാമിനെ. ശ്രീഭാഷമാനവീ ദേവി ലളിതായ കൃപാബ്ധിയെ കൃഷ്ണസംബന്ധവിജ്ഞാനാദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിധാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവൃതവസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായിതേ ഗൗരാവിർഭാവഭൂമിസ്ഥം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപീശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദോപങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാം ഭോജോ രാധാമദനമോഹനം
दिव्यद्वृन्दारण्यकल्पद्रुमदः श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो पृष्ठानभि सेव्यमानो स्मरामि। श्रीमन्दासरसारम्भी वंशीवरत्तरस्थिता कर्षन्वेणुस्वनैर्गोपैर्गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे राम राम हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം। ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ഇവിടെ നല്ല ചൂടാണ്. അതാണ് കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ ഹരേ. നമുക്ക് ചർച്ച തുടരാം. നന്ദ മഹാരാജ് നികുതി അടയ്ക്കാനായിട്ട് കംസൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് കൂടാതെ ഒരു മകൻ ജനിച്ച ആ കാര്യവും അതും വസുദേവരെ അറിയിക്കണമെന്ന് ഉണ്ടായിരുന്നു നന്ദ മഹാരാജിന്. അതിനായിട്ട് നന്ദ മഹാരാജ് മഥുരയിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് തന്നെ കംസൻ പൂതനെ അയക്കുകയാണ്. പൂതന പല പല നഗരങ്ങളിലും പല പല ഗ്രാമങ്ങളിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പല പല കുട്ടികളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂതന ഗോകുലത്തിലേക്കെത്തി. പല പല ഗോപന്മാരും ഗോപികമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്തേക്കെത്തി. 16 വയസ്സുള്ള അതീവ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ രൂപം പൂതന എടുത്തു. അതീവ സുന്ദരിയായി കാണപ്പെട്ടതുകൊണ്ട് അന്നേരം ആർക്കും അങ്ങനെ ഒരിക്കലും ഒരു സംശയം വരത്തില്ല. ഇത്രയും സുന്ദരി എന്ന് പറയുമ്പോൾ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി പറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയെ കൊല്ലുമോ എന്ന് ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ അർത്ഥം സുന്ദരന്മാരും സുന്ദരികളും തെറ്റിയത്തില്ല എന്നല്ല. പക്ഷേ ഇവിടെ കാരണം പുറമേയുള്ള സൗന്ദര്യമല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ എന്നാലും ആ പൂതനയുടെ ആ ഒരു മായാവി ശക്തിയാൽ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. അതായത് ഒരു ഗോപനോ ഒരു ഗോപിക്കോ ഒന്ന് തടയാൻ പറ്റിയില്ല. കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ ദേവേന്ദ്ര പത്നിയായ ശചി ദേവിയാണോ അതോ സരസ്വതി ദേവിയോ ലക്ഷ്മി ദേവിയോ അതോ അപ്സരസ്സുകളാണോ എന്ന് എല്ലാവർക്കും തോന്നിപ്പോയി. രോഹിണി ദേവിയും യശോദ അമ്മയടുത്തും ഒന്ന് ചോദിക്കുക പോലും ഇല്ലാതെ നേരെ ഭഗവാനെ മടിയിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ആരും ശ്രദ്ധിക്കാതെ മെല്ലെ സ്തനങ്ങൾ ഭഗവാന്റെ തിരുവായുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ പൂതന സ്തനങ്ങളിൽ
വിഷം പുരട്ടിയിരുന്നു. എന്നിട്ട് ആ വിഷം പുരട്ടിയ ആ സ്ഥലമായിരുന്നു ഭഗവാന് പാല് കൊടുക്കാനായിട്ട് കൊടുത്തത്. ഭഗവാന് വലിയ ദേഷ്യമായിരുന്നു. അത് വിഷം കൊടുക്കുന്നതുകൊണ്ടല്ല, കാരണം ഇത്രയും കുട്ടികളെയും പൂതന കൊന്നല്ലോ. ആ ഒരു ദേഷ്യം ഭഗവാനുണ്ടായിരുന്നു. ഭഗവാൻ ആ വിഷത്തോടു കൂടി തന്നെ പൂതനയുടെ സ്ഥലത്തിലുള്ള പാല് കുടിക്കുകയാണ്. അതിനുശേഷം പാല് മുഴുവൻ കുടിച്ച് തീർത്തതിന് ശേഷം പ്രാണവായുവിനെയും കൂടെ ഭഗവാൻ ഭക്ഷിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഉടൻ തന്നെ പൂതന അലറി, വിടൂ വിടൂ, എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞു. പൂതനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ വേദന അനുഭവപ്പെട്ടു. പുറത്തോട്ട് ഓടാൻ തുടങ്ങി. പുറത്തോട്ട് ഓടുമ്പോഴും ഭഗവാൻ പൂതനയുടെ സ്ഥലത്തിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കും. ഹരേ കൃഷ്ണ. അപ്പോഴേക്ക് പ്രാണൻ പോയ അവസ്ഥയായപ്പോൾ പൂതനയുടെ ആ മായവി ശക്തിയൊക്കെ അപ്രത്യക്ഷമായി. എന്നിട്ട് എല്ലാവരും അവളുടെ ഭീകരരൂപം കാണുകയായിരുന്നു. അലറിക്കൊണ്ട് കണ്ണുകളൊക്കെ പുറത്ത് തള്ളി ദേഹം മുഴുവൻ വേർക്കാൻ തുടങ്ങി. എന്നിട്ട് ഭൂമിയിലേക്ക് വലിയ ഭീകര ശബ്ദത്തോടു കൂടി വീണു എന്നുള്ളതാണ്. ആ വീണ ശബ്ദം 14 ലോകങ്ങളിലും കേൾക്കാൻ പറ്റുമായിരുന്നു. വലിയൊരു അത്ഭുതം അവിടെ നടന്നു. ഭൂമി കുലുങ്ങി, സമുദ്രങ്ങൾ കുലുങ്ങി എന്ന് പറയുന്നു. ഏകദേശം ഇവിടെ പറയുന്നു 18 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. അന്നേരം ആ മരിക്കുന്ന സമയത്ത് പൂതനയുടെ യഥാർത്ഥ സ്വരൂപത്തിൽ വരികയായിരുന്നു. അന്നേരം 18 കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നു. എന്നിട്ട് വജ്രതുല്യമായിട്ടുള്ള പൂതനയുടെ ശരീരം വീഴുന്ന സമയത്ത് ഒരുപാട് നീളമുള്ള ശക്തമായിട്ടുള്ള മരങ്ങളെല്ലാം തകർന്നു വീണു എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി മിഥില രാജാവിനോട് പറയുന്നു, ഗോപന്മാർ പൂതനയുടെ ഈ ഭീകര ശരീരം കണ്ടപ്പോൾ അവരെല്ലാവരും ഭയത്തോടു കൂടി സംസാരിക്കുകയാണ്. കുട്ടികൾ, കാരണം ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പൂതനയുടെ നെഞ്ചത്ത് ഇങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അന്നേരം ഇങ്ങനെ ഭഗവാനെ സ്ഥലത്തു നിന്ന് ഇങ്ങനെ മാറ്റാനിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, അള്ളിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് ഇത്രയേ ഉള്ളൂ ഭഗവാൻ. പൂതനയുടെ ആ വലിയ ശരീരത്തിൽ ഭഗവാൻ ഇത്രയേ ഉള്ളൂ. അന്നേരം ഇങ്ങനെ പിടിച്ചിങ്ങനെ ഞെരിച്ച് അമർത്തി വലിച്ച് പറിക്കാനായിട്ട് അവർ പൂതന ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അന്നേരം അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു അവളുടെ ശക്തമായിട്ടുള്ള വിരലുകളുടെ ഇടയിൽപ്പെട്ട് ആ കുഞ്ഞ് മരിച്ചു കാണും. പക്ഷെ അപ്പോഴേക്കും അവർ നോക്കിയപ്പോൾ ആ കൊച്ചുകുട്ടി കോട്ടുവായിടുന്നതും, എന്നിട്ട് കാരണം പൊതുവെ കുട്ടികൾ മുലപ്പാൽ കുടിച്ച് തളർന്നു കഴിയുമ്പോൾ കോട്ടുവായിടുന്നതാണ്. അതേപോലെ പാൽ എല്ലാം കുടിച്ച് കഴിയുമ്പോൾ ഭഗവാൻ കോട്ടുവായിടാൻ തുടങ്ങി. എന്നിട്ട് പൂതനയുടെ നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് സ്ത്രീകൾക്കെല്ലാം, ഗോപികമാർക്കെല്ലാം വലിയ അത്ഭുതമായി. യശോദ അമ്മയും രോഹിണി ദേവിയും എല്ലാം ഉടൻ തന്നെ എങ്ങനെയൊക്കെയോ ഒരു ഏണിയൊക്കെ വെച്ച് മുകളിൽ കയറി പൂതനയുടെ ശരീരത്തിൻ്റെ മുകളിൽ നിന്ന്. എന്നിട്ട് ഉണ്ണിക്കണ്ണനെ, നമ്മുടെ ഗുരുവായൂരപ്പനെ ആ പൂതനയുടെ നെഞ്ചത്ത് നിന്ന് താഴെ ഇറക്കുകയാണ്. എന്നിട്ട് ഉടൻ തന്നെ യമുന ജലം കൊണ്ട് തളിച്ച് ശുദ്ധീകരിച്ചു ഭഗവാനെ. ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന ഭഗവാനാണ്. അന്നേരം ആ ഭഗവാനെ തന്നെ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് ഭഗവാന് എല്ലാവിധ ആപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനായിട്ട് മന്ത്രങ്ങൾ ജപിച്ചു വെള്ളം തളിച്ചു. എന്നിട്ട് യമുനാ തീരത്തുള്ള ആ മണ്ണ് ദേഹത്ത് പുരട്ടാൻ തുടങ്ങി. എന്നിട്ട് പശുവിൻ്റെ വാലിൽ കൊണ്ട് ഒന്ന് കുടഞ്ഞു ഭഗവാന്റെ ദേഹത്ത്. അങ്ങനെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുരാത്മാക്കളിൽ നിന്നും നേടാനുള്ള എല്ലാവിധ കർമ്മങ്ങളും ഗോപികമാർ ചെയ്തു. ഭഗവാനെ കുളിപ്പിച്ചു. ഈ പശുക്കളുടെ പാദം പതിഞ്ഞ മണ്ണ് കൊണ്ടും ഗോമൂത്രം കൊണ്ടും. എന്നിട്ട് അവർ ഈ മന്ത്രങ്ങൾ ജപിച്ചു.
എന്താണ് ഈ മന്ത്രം? ഗോപികമാർ പറഞ്ഞു, ഭഗവാൻ എൻ്റെ കുട്ടിയുടെ ശിരസ്സിനെ സംരക്ഷിക്കട്ടെ, സാക്ഷാൽ വൈകുണ്ഠനാഥൻ കഴുത്തിനെ സംരക്ഷിക്കട്ടെ, ശ്വേതദ്വീപിൽ വസിക്കുന്ന ഭഗവാൻ എൻ്റെ കൊച്ചിൻ്റെ ചെവി സംരക്ഷിക്കട്ടെ, യജ്ഞൻ ഭഗവാന്റെ മൂക്കിനെ സംരക്ഷിക്കട്ടെ, നരസിംഹസ്വാമി 2 കണ്ണുകളെയും സംരക്ഷിക്കട്ടെ, ശ്രീരാമസ്വാമി നാക്കിനെ സംരക്ഷിക്കട്ടെ, നരനാരായണ ഋഷി ചുണ്ടുകളെ സംരക്ഷിക്കട്ടെ, 4 കുമാരന്മാർ ഭഗവാന്റെ വിസ്തീർണമായ ആ 4 കുമാരന്മാർ ഭഗവാന്റെ കവളുകളെ സംരക്ഷിക്കട്ടെ, ശ്വേതവരാഹൻ ഭഗവാന്റെ നെറ്റിയെ സംരക്ഷിക്കട്ടെ, നാരദ മഹർഷി ഭഗവാന്റെ 2 പുരികത്തെയും സംരക്ഷിക്കട്ടെ, കപില ഋഷി ഭഗവാന്റെ താടിയെ സംരക്ഷിക്കട്ടെ, ദത്താത്രേയ ഋഷി ഭഗവാന്റെ ഭക്ഷസ്ഥലം എൻ്റെ കുഞ്ഞിൻ്റെ ഭക്ഷസ്ഥലം സംരക്ഷിക്കട്ടെ, ഋഷഭദേവൻ തോളുകളെ സംരക്ഷിക്കട്ടെ, മത്സ്യമൂർത്തി ഭഗവാന്റെ കൈകളെ സംരക്ഷിക്കട്ടെ, സാക്ഷാൽ പൃഥു ഭഗവാന്റെ പൃഥ്വാവതാരം കൈകളെ സംരക്ഷിക്കട്ടെ, കൂർമ്മ അവതാരം വയറിനെ സംരക്ഷിക്കട്ടെ, ധന്വന്തിരി നാഭിയെ സംരക്ഷിക്കട്ടെ, സാക്ഷാൽ മോഹിനി രൂപം ഭഗവാൻ എൻ്റെ കൊച്ചിൻ്റെ ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കട്ടെ, വാമനമൂർത്തി തുടഭാഗത്തെ അരഭാഗത്തെ അര സംരക്ഷിക്കട്ടെ. എന്നിട്ട് പരശുരാമസ്വാമി പൃഷ്ഠഭാഗം സംരക്ഷിക്കട്ടെ, വ്യാസമഹർഷി തുടകളെ സംരക്ഷിക്കട്ടെ, ബലരാമസ്വാമി കാൽമുട്ടുകളെ സംരക്ഷിക്കട്ടെ, സാക്ഷാൽ ശ്രീബുദ്ധൻ മുട്ടിന് താഴെയുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കട്ടെ എന്ന് പറയാം. എന്നിട്ട് ഇവിടെ ബുദ്ധൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഇനിയും വരാൻ പോകുന്ന അവതാരമാണ്. പക്ഷേ ഇത് പുരാണങ്ങളിലുള്ള മന്ത്രമാണ്, അത് ഗോപികമാർക്ക് അറിയായിരുന്നു. അതാണ്. എന്നിട്ട് കൽക്കിയെക്കുറിച്ചും പറയുന്നു. കൽക്കി ഭഗവാന്റെ എൻ്റെ കുഞ്ഞിൻ്റെ പാദങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് എല്ലാ ഗോപികമാരും, യശോദാമ്മ മാത്രമല്ല വൃന്ദാവനത്തിലുള്ള എല്ലാ ഗോപികമാരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ മന്ത്രങ്ങൾ കൊണ്ട് ഭഗവാന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമുക്ക് നോക്കാം എന്താ സംഭവിച്ചതെന്ന്. എന്നിട്ട് ഇവിടെ പറയുന്നു, ഈ നമ്മളിപ്പോൾ ജപിച്ച ഈ മന്ത്രം, അതിൻ്റെ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്. ഈ മന്ത്രം സാക്ഷാൽ ഭഗവാൻ തന്നെ ഈ ഒരു മന്ത്രം ബ്രഹ്മദേവന് കൊടുത്തതായിരുന്നു പറയുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ ഇത് മഹാദേവന് കൊടുത്തു, മഹാദേവൻ ഇത് ദുർവാസ മുനിക്ക് കൊടുത്തു, ദുർവാസ മുനി യശോദ അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നു. അതേ മന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ ആര് ജപിച്ചത്? ഗോപികമാരും യശോദാമ്മ എല്ലാവരും കൂടെ ഭഗവാൻ കൃഷ്ണൻ്റെ വേണ്ടി, കുഞ്ഞ് ഉണ്ണിക്കണ്ണന് വേണ്ടി ജപിച്ചത്. അങ്ങനെ യശോദാമ്മയും ഗോപികമാരും ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് യശോദാമ്മ ഭഗവാനെ മടിയിലെടുത്ത് പാല് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരുപാട് ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴേക്കും നന്ദമഹാരാജ് മധുരയിൽ നിന്ന് തിരിച്ചെത്തുകയായിരുന്നു. അപ്പോൾ പൂതനയുടെ ആ ഭീകരമായ ശരീരം അവിടെ കണ്ടപ്പോൾ ഒരുപാട് ഭയം തോന്നി. എല്ലാ ഗോപന്മാരും കൂടെ ചേർന്ന് അതിനെ കോടാലി കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി, എന്നിട്ട് ഒരുപാട് ചെറിയ ചെറിയ ചിതകൾ കത്തിച്ച് യമുനാ തീരത്ത് കത്തിക്കുകയാണ്. അപ്പോൾ പൂതനയുടെ ആ ശരീരത്തിൽ നിന്നും വരുന്ന ഒരു പ്രത്യേകതരം സുഗന്ധം എല്ലാവരുടെയും നാസികയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രത്യേകതരം സുഗന്ധമായിരുന്നു. ചന്ദനത്തിൻ്റെയും മറ്റു പല സുഗന്ധദ്രവ്യങ്ങളും കൂടെ മിശ്രിതമായിട്ടുള്ള എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു സുഗന്ധം. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നു,
ഭഗവാനെ കൊല്ലാൻ നോക്കിയ ആ പൂതനയ്ക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെയല്ലേ നമ്മളെല്ലാവരും ആശ്രയിക്കേണ്ടത്. ഇത് കേട്ടിട്ട് ബഹുലാശ്വ രാജാവ് പറഞ്ഞു, പൂർവജന്മത്തിൽ പൂതന ആരായിരുന്നു? പിന്നെ മറ്റു കൊച്ചു കുട്ടികളെ കൊല്ലുന്ന ആ പൂതനയ്ക്ക് എങ്ങനെയാണ് മോക്ഷപ്രാപ്തി കിട്ടിയത് എന്ന് ബഹുലാശ്വ രാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, മഹാബലി ചക്രവർത്തിയുടെ ആ യജ്ഞത്തിൽ ഭഗവാന്റെ വാമന രൂപത്തെ കണ്ടിരുന്നു. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പൂർവ്വജന്മ കഥകളൊക്കെ ഏതിലാണ് വരുന്നത്? ഗർഗഭാഗവത്തിലാണ്. ശ്രീമദ് ഭാഗവത്തിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ കിട്ടത്തില്ല. ആ ലീലകൾ, മെയിൻ ലീലകളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അന്നേരം ആ ലീലകളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗർഗഭാഗവതം. കംസൻ്റെയും പൂർവ്വജന്മം, കംസൻ കൊന്ന അടിമകളാക്കിയ അസുരൻ, അവരൊക്കെ എങ്ങനെ കംസൻ്റെ ആജ്ഞ പാലിക്കാൻ നിർബന്ധിതരായി, ഓരോരോ ഭഗവാനെ കൊല്ലാനായിട്ട് ഓരോരോ അസുരന്മാരെ അയക്കുന്നില്ലേ, പൂതനെ അടക്കം. അവർക്ക് എന്തുകൊണ്ട് കംസൻ്റെ ആജ്ഞ അനുസരിക്കുന്ന അടിമകളായി മാറി, അത് നമ്മൾ പഠിച്ചു അല്ലേ. അതേപോലെ പൂതനയുടെ ആ ഒരു കഥ നമ്മൾ പല സത്സംഗത്തിലൂടെയും നമ്മളും ചർച്ച ചെയ്തിട്ടുണ്ട്. വേറെയും പല നെറ്റിലൂടെയൊക്കെ നിങ്ങൾ കേട്ടുകയാണ്. അത് യഥാർത്ഥത്തിൽ എവിടെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗർഗഭാഗത്തിലാണ്. അതിലൂടെ പറയുന്നു, മഹാബലി ചക്രവർത്തിയുടെ യജ്ഞത്തിൽ അതീവ സുന്ദരനായ ഭഗവാൻ ഒരു ബ്രാഹ്മണ കുട്ടിയായിട്ട് വന്നു, പൊക്കം കുറഞ്ഞൊരു ബ്രാഹ്മണ കുട്ടിയായിട്ട്. അപ്പോൾ മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാല ഭഗവാന്റെ വാമനമൂർത്തി രൂപത്തെ കണ്ടപ്പോൾ വാത്സല്യം തോന്നി. ഒരു അമ്മയ്ക്ക് മകനോട് തോന്നുന്ന ആ വാത്സല്യം. എന്നിട്ട് രത്നമാല ദേവി ചിന്തിച്ചു, എനിക്കും ഇതേപോലൊരു മകനെ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇത്രയും സുന്ദരനായിട്ടുള്ളൊരു മകനുണ്ടായിരുന്നെങ്കിൽ എനിക്കും ആ കുട്ടിക്ക് പാല് നൽകാൻ പറ്റുമായിരുന്നു. കാരണം പൊതുവേ നമ്മൾ അമ്മമാർക്ക് ഇത് കൂടുതലും അറിയാം. കുട്ടികളെ കാണുമ്പോൾ അമ്മമാർക്ക് ആ ഒരു സ്നേഹം കാരണം അവരുടെ സ്ഥലത്തിൽ നിന്ന് പാല് വരും. പശുക്കളും അങ്ങനെയാണ് അല്ലേ. അത് അമ്മമാരുടെ, കാരണം ആ പ്രപഞ്ചത്തിൽ നമ്മുടെ ആ ശരീരം അതുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, മനസ്സുമായിട്ടൊരു ബന്ധമുണ്ട്. അന്നേരം അമ്മയ്ക്ക് കുട്ടികളോടൊരു സ്നേഹം കാണുമല്ലോ. അന്നേരം ആ ഒരു വാത്സല്യമാണ് സ്ഥലത്തിലൂടെ പ്രവഹിക്കുന്നത്. അമ്മയുടെ സ്നേഹമാണ് അത് പാലായിട്ട് മാറുന്നത്. അന്നേരം അതേപോലെ, കാരണം ഒരു പശു, ആ പശുക്കുട്ടിക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പാല് നൽകുന്നത്. അത് കൂടുതൽ ആ പശുക്കുട്ടിയോടുള്ള ആ സ്നേഹമാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ആ പാല് റെഡിയാക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും മിക്ക ആൾക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കാറില്ല. കാരണം നമ്മൾ കുറച്ചു കാലമേ നമ്മുടെ പെറ്റമ്മയുടെ പാല് കുടിക്കാറുള്ളൂ. പക്ഷെ ജീവിതകാലം മുഴുവൻ പല രീതിയിലും നമ്മൾ പാലുൽപ്പന്നങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. അതെല്ലാം പശുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ അമ്മ എന്നെന്നും ഗോമാതാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗോമാതാവിനെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അന്നേരം നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം. ഇന്ന് നിർഭാഗ്യവശാൽ എത്ര പേരാണ് പശുക്കളെ ദ്രോഹിക്കുന്നത്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇവിടെ രത്നമാല ദേവി ഭഗവാനെ കണ്ടപ്പോൾ ഒരു മകനോടുള്ള ആ ഒരു വാത്സല്യം രത്നമാല ദേവിയുടെ ഉള്ളിൽ വർദ്ധിച്ചു. എന്നിട്ട് ചിന്തിച്ചു, എനിക്ക് ഇതേപോലെ ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് രത്നമാല ദേവി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഭഗവാനും നിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ രത്നമാല ദേവിയെ അനുഗ്രഹിച്ചു. കൂടാതെ മഹാബലി ചക്രവർത്തിയും വലിയ ഭക്തനായിരുന്നല്ലോ. അങ്ങനെ ദ്വാപര യുഗത്തിൻ്റെ ആ അന്ത്യഘട്ടത്തിൽ പൂതനായിട്ടുള്ളൊരു രാക്ഷസിയായി. കാരണം എന്തായിരുന്നു? ഭഗവാൻ മഹാബലി ചക്രവർത്തിയെ പിടിച്ചു കെട്ടിയപ്പോൾ പൂതനയ്ക്ക് വീണ്ടും ഒരു ആഗ്രഹം വന്നു. ഇവനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, ഇവനെ എനിക്ക് കൊല്ലണമെന്ന്, അങ്ങനെയുള്ളൊരു ദേഷ്യം. ഒരേ സമയത്ത് മുലപ്പാല് നൽകണമെന്നുണ്ടായി, പിന്നെ അതിനുശേഷം ദേഷ്യം കൂടെ വന്നു. അന്നേരം അതും കൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ രത്നമാല ദേവി
പൂതനയായിട്ട് വരികയാണ്. അന്നേരം ഭഗവാന്റെ സ്പർശനത്തോടു കൂടി പൂതനയ്ക്ക് മോക്ഷം കിട്ടുകയാണ്. അന്നേരം അതുകൂടാതെ ആചാര്യന്മാർ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ ഗർഗഭാഗവതം ഒരു ലെയറാണ്. അന്നേരം ഭാഗവതത്തിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഗർഗഭാഗത്തിൽ കിട്ടും. ഇനി ഈ ഭഗവാന്റെ ലീലകളെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കണം, ഗോസ്വാമിമാരുടെ. അന്നേരം ആ ആചാര്യന്മാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് പൂതന ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിൽ യശോദ അമ്മയുടെ തന്നെ ഒരു തോഴിയായിട്ട് മാറുകയാണ്. എന്നെന്നും ഭഗവാന് പാല് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥാനം പൂതന അമ്മയ്ക്ക് ലഭിക്കുകയാണ്. അന്നേരം നമ്മൾ എത്രത്തോളം യശോദ അമ്മയെ ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ പൂതന ദേവിയെയും നമ്മൾ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാരദ മഹർഷി മിഥിലയിലെ രാജാവ് ബഹുലാശ്വ രാജാവിനോട് പറയുന്നു, ആരാണോ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത പൂതനാമോക്ഷം കേൾക്കുന്നത് അവർക്ക് എല്ലാ തരത്തിലുള്ള ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, അവർക്ക് പരിശുദ്ധ പ്രേമം ലഭിക്കും, ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കും, ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനോടുള്ള ഭക്തി പ്രേമം എല്ലാം വർദ്ധിക്കും, അവരുടെ ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നെല്ലാം അവർക്ക് മോചനം ലഭിക്കും. ഹരേ കൃഷ്ണ. അന്നേരം ഇതൊക്കെ നമ്മൾ കേട്ട കഥകളാണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്നതിലൂടെ ഇതാണ് നമുക്ക് പ്രയോജനം കിട്ടുന്നത്. നമുക്ക് ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അന്നേരം എന്താണ് ഈ ഭൗതിക കെട്ടുബന്ധനങ്ങൾ? അതായത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ശരീരമല്ല, ആത്മാവാണ്. നമ്മൾ ഭഗവാന്റെ ലോകത്ത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ജീവിക്കേണ്ട വ്യക്തികളാണ്. അത് നമ്മൾ സ്വയം ഒന്ന് ഇതിനെ ഇംഗ്ലീഷിൽ ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു ലോജിക്ക് വെച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ജന്മങ്ങളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കാറില്ലേ? ഇപ്പോൾ ഈ ഒരു ജന്മത്തിലും നമ്മൾ ആരായാലും എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യം മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുകയാണ്. ബന്ധങ്ങളാണെങ്കിലും നമ്മളുടെ സ്ഥാനമാനങ്ങളാണെങ്കിലും നമ്മുടെ സ്വത്തുവകകളാണെങ്കിലും എല്ലാം നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം ഇതിനൊക്കെ അപ്പുറത്തായിട്ട് നമ്മുടെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു അസ്തിത്വമുണ്ട്. ഈ ശരീരത്തിനപ്പുറത്തായിട്ടുള്ള നമ്മുടെ അസ്തിത്വം. അന്നേരം അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത്. അന്നേരം ആത്മാവിനൊരു സ്വരൂപമുണ്ട്. ആ ആത്മാവിന് ഭഗവാനുമായിട്ടുള്ള ഒരു ശാശ്വത ബന്ധമുണ്ട്. അന്നേരം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഓരോ വ്യക്തികളുമായിട്ട് ഇടപെടുന്നതും ഓരോ ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കുന്നതും അതുമെല്ലാം താൽക്കാലികമാണ്. അന്നേരം നമ്മൾ ആരായാലും ശരി, ബ്രഹ്മദേവനാണെങ്കിലും ഏത് ദേവന്മാരാണെങ്കിലും ശരി, നമ്മൾ പാതാള ലോകവാസികളാണെങ്കിലും നമുക്ക് ആസ്വദിക്കുന്നതിനൊരു ലിമിറ്റില്ല. ഇപ്പോൾ രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. എത്ര നമ്മൾ രുചിയുള്ള ഭക്ഷണം കഴിച്ചാലും നമുക്ക് തൃപ്തി വരുമോ? ഇല്ല, ഒരിക്കലും തൃപ്തി വരത്തില്ല. ഉറങ്ങാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. എത്ര ഉറങ്ങിയാലും നമുക്ക് തൃപ്തി വരുമോ? ഇല്ല. ഇനി മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം, ബഹുമതി നമുക്ക് ആദ്യം എന്താ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആദരവായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. കുടുംബത്തിലൊരു റെസ്പെക്റ്റ് കിട്ടാനായിരിക്കും നമ്മൾ പുറത്തുനിന്നുള്ള റെസ്പെക്റ്റ് അന്വേഷിക്കുന്നത്. അതായത് പുറത്തുള്ള എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ കുടുംബക്കാർക്ക് ഒരു റെസ്പെക്റ്റ് വരുമെന്ന് വിചാരിച്ചു. പിന്നെ സൊസൈറ്റിയിൽ നമ്മളൊരു സ്ഥാനമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് ജില്ലാതലത്തിൽ, പിന്നെ അത് രാജ്യത്തിൽ, പിന്നെ അത് ലോകതലത്തിൽ, അല്ലേ? അന്നേരം പിന്നെ അത്രയേ ഉള്ളൂ ഇന്ന് കലിയുഗത്തിലുള്ള ആൾക്കാരുടെ. മാക്സിമം ഈ ലോകം ഈ ഒരു ഭൂമിയിൽ ഫേമസ് ആവാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? പക്ഷേ ഇതിനുള്ള മുന്നിലുള്ള അസുരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ത്രിലോകങ്ങളിൽ അവരുടെ ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. ഇന്നത്തെ കാലത്ത് ലോക ഫേമസ് ആയിക്കഴിഞ്ഞാൽ വലിയ കാര്യമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഫെയിം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കുറച്ച് ഫോളോവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പ്രശസ്തരാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. യൂട്യൂബിൽ കുറേ ഫോളോവേഴ്സും വ്യൂസും അതും അതിൻ്റെ പേരിൽ പൈസയും. അന്നേരം മീഡിയയിൽ കൂടുതൽ പോപ്പുലർ ആവാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആവാൻ ആഗ്രഹിക്കുന്നു. അന്നേരം എത്ര ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിയാണെങ്കിലും ആ ഇൻഫ്ലുവൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നേരം നമ്മൾ തീർച്ചയായിട്ടും അലസന്മാരായിട്ടിരിക്കണമെന്നല്ല, പക്ഷേ
വെറും ഫേമസ് ആവാൻ വേണ്ടി മാത്രം നമ്മൾ എന്തും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? അല്ലേ? ഫെയിമിന് വേണ്ടി, ഫെയിമിന് വേണ്ടി മാത്രം, പേരും അംഗീകാരത്തിനും വേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ശരിയാവുമോ? ഇല്ല. നമ്മൾ നമ്മുടെ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അതിലൂടെ കുറച്ച് പേർക്ക് പ്രചോദനം ലഭിക്കുന്നുണ്ടെങ്കിൽ, അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും പറയരുത്, വായി തോന്നി എന്തെങ്കിലും വിളിച്ച് പറയരുത്. നമുക്ക്, കാരണം ഇത് ഞാൻ പറയുന്ന കൂടുതലും സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കാലത്ത് വളരെ പോപ്പുലർ ഒരു ട്രെൻഡാണല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു ആയുധമാണ്. TV ന്യൂസ് ചാനലിനെക്കാട്ടി എല്ലാം സോഷ്യൽ മീഡിയയാണ് ഏറ്റവും പോപ്പുലർ. അന്നേരം അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ ഓരോ പ്രവൃത്തികളും മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മില്യൺസ് ഓഫ് ഫോളോവേഴ്സുള്ള, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വ്യക്തികൾ, അവർ ചെയ്യുന്ന പ്രവൃത്തിയും ഓരോ വാക്കുകളും എത്രയോ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലേ? പിന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തികളും കൂടുതലും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആര് സംസാരിക്കുന്നോ, അവരുടേതായിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദനത്തിനെക്കുറിച്ച് ആര് കൂടുതൽ വീഡിയോസ് റെഡിയാക്കുന്നു, അങ്ങനെയുള്ള വീഡിയോസ്, അങ്ങനെയുള്ള വ്യക്തികളെ ഫോളോ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ പഠിക്കാൻ കൂടുതൽ കുട്ടികൾക്ക് താല്പര്യം കാണത്തില്ല, അല്ലേ? അന്നേരം കൂടുതലും കുട്ടികൾക്ക് കളിക്കാനായിരിക്കും താല്പര്യം. അന്നേരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ടീച്ചറിനോട് എല്ലാ കുട്ടികൾക്കും കൂടുതൽ ഇഷ്ടമായിരിക്കും. അന്നേരം ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഒരു പോക്ക് അങ്ങനെയാണ്. അന്നേരം മാനുഷിക മൂല്യങ്ങൾ, അല്ല നല്ല നല്ല ക്വാളിറ്റീസ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. എഡ്യൂക്കേഷണൽ എന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂള് വിദ്യാഭ്യാസം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള ബുദ്ധിയെ വളർത്തിയെടുക്കുക, ഉണർത്തുക, അങ്ങനെയുള്ള രീതിയിൽ ആരും ശ്രമിക്കാറില്ല. എല്ലാവരും മെറ്റീരിയൽ ഇൻ്റലിജൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ IQ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മുടെ IQ ഉണർത്തിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ മെറ്റീരിയൽ IQ. അന്നേരം മെറ്റീരിയലായിട്ട് അത് വലിയ കാര്യമില്ല. അത് വ്യവഹാര ലോകത്തിൽ നമുക്ക് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്കൊരു എഡ്ജ് തരും. പക്ഷേ സ്പിരിച്വലി നമ്മൾ ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ പിന്നെ എല്ലാം വെറുതെ അല്ലേ ആക്ച്വലി. കാരണം ഞാൻ ആരാണെന്നോ, ഞാൻ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് എൻ്റെ യഥാർത്ഥ അസ്തിത്വം എന്നുള്ള ഒരു ബേസിക് ഇൻ്റലിജൻസ് ഒരാൾക്കില്ലെങ്കിൽ അത് ബേസിക് ഇൻ്റലിജൻസ് അല്ല, അതാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. അതെല്ലാവർക്കും വേണ്ടതാണ്. കാരണം കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ മരണമാണ്. അന്നേരം ആ മരണമാകുന്ന സത്യത്തെ നമ്മൾ കണ്ണടച്ച് മറക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. മരിക്കുന്ന സമയത്ത് അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് അവർ തിരിച്ചറിയുന്നു. അവരല്ല, മറ്റുള്ളവർ വ്യക്തികൾ. നമുക്കെല്ലാവർക്കും അറിയാം മരിക്കുന്ന വ്യക്തി ഒന്നും കൊണ്ടുപോകത്തില്ല. അന്നേരം ആ വ്യക്തി എവിടെ പോകുന്നു? ഒരു ജനിക്കുന്ന വ്യക്തി എവിടെ നിന്ന് വരുന്നു? നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, ഊഹാപോഹങ്ങൾ വെച്ച് നമ്മൾ വിചാരിക്കുന്നു അതൊരു ബയോളജിക്കൽ രീതിയിലാണ് നമ്മുടെ ജന്മം നടക്കുന്നത്. അച്ഛനും അമ്മയും ഒന്നിക്കുന്ന സമയത്ത് അതിലൂടെ നമ്മുടെ ഉത്പത്തി ഉണ്ടാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ പക്ഷേ വെറും അങ്ങനെയുള്ള ഒരു ബയോളജിക്കൽ യൂണിയനിലൂടെ മാത്രമാണ് നമ്മുടെ ഉത്പത്തി എങ്കിൽ പിന്നെ ബയോളജിക്കലി ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? അതിനെക്കുറിച്ച് റിസർച്ച് നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ലിവിങ് ബീയിങ്സിൽ നിന്നും ഒന്നും എടുക്കാതെ, ജീവനുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒന്നും എടുക്കാതെ ഒരു ലൈഫിനെ ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. അന്നേരം നമ്മുടെ ചുറ്റും ഒരുപാട് ലിവിങ് എൻറ്റിറ്റീസ് ഉണ്ട്, ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ചെറിയ മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ എത്രയോ ജീവജാലങ്ങളുണ്ട്, അല്ലേ?
അന്നേരം ഒരു കെമിക്കൽ കോമ്പിനേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ അല്ല ഒരു ജീവൻ വരുന്നത്. അന്നേരം ഈ ശരീരമല്ല യഥാർത്ഥത്തിൽ ജീവൻ, ഇതിനകത്തുള്ള ആത്മാവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ മരിക്കുന്ന സമയത്തും ഈ ശരീരത്തിനകത്ത് ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ശരീരം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഡീഗ്രേഡ് ആയിക്കൊണ്ട് ഒരുപാട് ബാക്ടീരിയാസും ഇതെല്ലാം കൂടെ ഇതിനെ കാർന്ന് തിന്നു തുടങ്ങും. അതാണല്ലോ ഇത്രയും ശരീരം ഇങ്ങനെ ഒരു സ്മെല്ല് വരുന്നത്, ദുർഗന്ധം വരുന്നത്. അതായത് ഇത്രയും ലിവിങ് എൻറ്റിറ്റീസ് ഉണ്ടെങ്കിലും ആ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സോളുണ്ട്. ആ സോള് പോയി. അതുകൊണ്ടാണ് ഈ ശരീരത്തിന് ഒരു മെയിൻ ബോസ് പോയി. അതായത് ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജാവ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുറേ കള്ളന്മാർ വന്ന് മൊത്തം രാജ്യം പിടിച്ചെടുക്കുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ മരണം സംഭവിച്ചു കഴിയുമ്പോൾ. അതിനെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആത്മാവ് പോയി. ആ ആത്മാവിനായിരുന്നു ഈ ശരീരത്തിൽ അധികാരമുള്ളത്, അവകാശമുള്ളത്, നിയന്ത്രണമുള്ളത്. അന്നേരം ആ ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിനോട് ആർക്കും എന്ത് ചെയ്യാം, ഏത് പ്രാണികൾക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അതാണ് ഇങ്ങനെ ഡിഗ്രേഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. എന്നിട്ട് അത് പ്രകൃതിയായിട്ട് കൺവേർട്ടായി പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് ഒന്നീ മണ്ണിൽ ചേരുന്നു, അത് വായുവിൽ ചേരുന്നു, അഗ്നിയിലൂടെ, അങ്ങനെ പല പ്രോസസ്സിലൂടെ ഇതിനെ ഫോം ചെയ്ത. അന്നേരം അടുത്ത ഒരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസംസ് അതും ഇതൊക്കെ ഇതിനെ കാർന്ന് തിന്നുന്നുണ്ടെങ്കിലും ഇത് വീണ്ടും പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ആക്ച്വലി. അന്നേരം നമ്മൾ ഈ ശരീരമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പണ്ട് കേൾക്കുന്ന ഒരു പാട്ട് ആത്മവിദ്യാലയമേ എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഉലകം മുഴുവൻ നിയന്ത്രിക്കാൻ അലറി നടന്ന നീ ഇപ്പോൾ വിലയില്ലാത്തൊരു തലയോട്ടിയായി മാറി എന്നൊക്കെ പറയുന്നത് എത്ര അമേസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നറിയാം. സത്യമല്ലേ? വലിയ വലിയ കിരീടങ്ങളൊക്കെ ധരിച്ചിരുന്ന ചക്രവർത്തിമാർ അവരിപ്പോൾ എവിടെ? കിരീടമെല്ലാം അണിഞ്ഞ വലിയ വലിയ ചക്രവർത്തിമാർ, ലോകം മുഴുവൻ കീഴടക്കിയ ചക്രവർത്തിമാർ, അവരുടെ തലയൊട്ടി, അവരുടെ അസ്ഥി കൂടെ ഇപ്പോഴും മണ്ണിൻ്റെ അടിയിലാണ്. അതാലോചിച്ചു. അന്നേരം നമ്മളും ചിന്തിക്കണം. നമ്മൾ ഈ മുഖം മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കണം. നമുക്കത് ഫീൽ ചെയ്യണം, ഇതിനകത്തിരിക്കുന്ന തലയൊട്ടി. നമ്മുടെ ഈ കൈകളൊക്കെ ഒന്ന് പിടിച്ചൊന്ന് അമർത്തി നോക്കണം. ഇതിൻ്റെ ആ അസ്ഥിയെ നമ്മൾ ഫീൽ ചെയ്യണം ആക്ച്വലി. അതുകൊണ്ടാണ് പലപ്പോഴൊക്കെ ശ്മശാനത്തിൽ പോയിരിക്കുന്നത് വളരെ നന്നായിരിക്കും ആക്ച്വലി. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനേ. നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പലതും വെട്ടിപ്പിടിക്കാനായിട്ട്. ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ടൂറിൽ പോകുന്നതിന് പകരം നമ്മൾ ശ്മശാനത്തിലൊക്കെ പോയി അവിടെ ഒന്ന് ഇരിക്കണം കുറച്ച് നേരം. അവിടെ ഓരോ ശവങ്ങൾ കത്തുന്നതും എന്നിട്ട് അവരാരായിരുന്നു എന്നൊന്ന് അവരോട് ചോദിക്കണം. കത്തിക്കാൻ ശവം കൊണ്ടുവരുമ്പോഴേ ഇതാരായിരുന്നു എന്ന് ചോദിക്കണം. ഇവരാരായിരുന്നു എന്നൊക്കെ ചോദിക്കണം. അന്നേരം പിന്നെ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പോവും, ആരും കാണത്തില്ല. കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കും. പല പുഴുക്കൾക്കും ഇരകൾക്കുമൊക്കെ നമ്മൾ ഭക്ഷണമായിട്ട് മാറും. സോ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്. നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ പ്രധാന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാതെ പോകരുത്. എന്തായാലും നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ഇത് തന്നെയാണ് എല്ലാ ആധ്യാത്മിക ആൾക്കാരും ഇത് തന്നെയാണ് പറയുന്നത്, അതിൻ്റെ പേരിൽ കുറേ ഡൊണേഷൻ അടിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ എല്ലാവരും പറയും. അതവരുടെ ബിസിനസ്സാണെന്ന് പറയും. ശരി, നിങ്ങൾ ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, പക്ഷെ ഇതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അന്നേരം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണ്ടേ? അന്നേരം ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണ്ടേ? എന്നിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് കുറച്ച് സെർച്ച് ചെയ്ത് അവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്ത് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കണ്ടീഷൻസും സ്റ്റഡി ചെയ്യണം. പലതരത്തിലുള്ള സയൻറ്റിസ്റ്റുമാർ അതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം പഠിക്കണം. എന്നിട്ട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ലോജിക്കലായിട്ട് നമുക്ക് എന്ത് തോന്നുന്നു അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.
പക്ഷേ ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന മിക്ക ആൾക്കാരും നിരീശ്വരവാദപരമായിട്ടുള്ള വാദങ്ങൾ അതുമാത്രം നെറ്റിൽ അന്വേഷിച്ചിട്ട് അവരുടെ വിശ്വാസത്തെ, അവരെന്താണോ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ കൂടുതൽ ശക്തമാക്കും. കണ്ടില്ലേ, നിരീശ്വരവാദത്തെക്കുറിച്ച് ഇത് പറയുന്നുണ്ടില്ലേ. അതിൻ്റെ ബേസിസിലാണ് അവരുടെ നിരീശ്വരവാദത്തെ ഉറപ്പിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവർ നിരീശ്വരവാദമല്ല കൂടുതൽ പഠിക്കേണ്ടത്, ഈശ്വരവാദമാണ് കൂടുതൽ പഠിക്കേണ്ടത്. പക്ഷേ മിക്ക നിരീശ്വരവാദികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് ഗീത പഠിക്കത്തില്ല, ഭാഗവതം പഠിക്കത്തില്ല. അവർ പഠിക്കുന്ന ഈശ്വരവാദം മാത്രമായിരിക്കും. ഇനി ഈശ്വര വിശ്വാസികളായിട്ടുള്ള വ്യക്തികളും പ്രോപ്പർലി ഭഗവത്ഗീത ഭാഗവതം പഠിക്കാറില്ല. അന്നേരം അത് പ്രോപ്പർലി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം ശക്തമാകും. അന്നേരം ഇത് പഠിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ എന്ത് സംസാരിക്കാനാണ്? ഈ ലോകത്തിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന വ്യക്തിയെ ഡയൽ ചെയ്യുന്നു, ആ ഫോണിലൂടെ സംസാരിക്കുന്ന വ്യക്തി അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ ബാങ്കിൽ കൊണ്ട് നമ്മുടെ കാശ് ഇടുന്നു, ആ കാശ് അവിടെ തന്നെ കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ടീച്ചർമാർ സ്കൂളിലും കോളേജിലും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതും നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? ന്യൂസിൽ ഇത് നടന്നു അത് നടന്നു എന്ന് പറയുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നു. സോ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ പോയാലും അതിനകത്ത് വിഷം ഇട്ടിട്ടില്ല എന്നൊരു വിശ്വാസമുണ്ട്, അല്ലേ? അന്നേരം നമ്മൾ ബാർബർ ഷോപ്പിൽ പോയാലും നമ്മുടെ കഴുത്ത് അറക്കത്തില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു മരുന്ന് തരുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറും, ഇത് വിഷമല്ല എന്നൊരു വിശ്വാസമുണ്ട്. അന്നേരം എവിടെയാണ് വിശ്വാസം ഇല്ലാത്തത് ആക്ച്വലി? അന്നേരം എല്ലായിടത്തും ഒരു വിശ്വാസം വേണ്ടേ? അന്നേരം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരീശ്വരവാദികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമില്ലാതെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭയങ്കര അനലിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തുള്ള എല്ലാത്തിനെയും കണ്ണുടച്ച് വിശ്വസിക്കും, ഈശ്വരനൊഴികെ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കും. ഈശ്വരനെ മാത്രം വിശ്വസിക്കത്തില്ല. ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യം പറഞ്ഞാലും സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ അതിനെ സമീപിക്കാറുള്ളൂ. അന്നേരം ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഞാൻ ലോജിക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ഗുരുവായൂരപ്പൻ്റെ കാരണം എനിക്ക് കിട്ടിയ ഗുരു പരമ്പര എങ്ങനെയായിരുന്നു, പ്രഭുപാദ്ജിയും ഗുരു മഹാരാജും, ഈ പരമ്പര എങ്ങനെയാണ്, ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു പ്രസ്ഥാനമല്ല അടിയൻ വരുന്ന ഇപ്പോൾ ഒരു പരമ്പര. ഒരു പ്രോപ്പർ ലോജിക്ക് വെച്ചിട്ടാണ് എല്ലാം പോകുന്നത്. അന്നേരം നിങ്ങൾ അടിയൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അടിയൻ്റെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം ലോജിക്ക് വെച്ചിട്ടുള്ള സംസാരമാണ്, അല്ലാതെ കുറേ കാണാപ്പാടം ശ്ലോകങ്ങൾ ഞാൻ പറയാറില്ല. കുറേ അങ്ങനെയെന്നുള്ള എല്ലാം ലോജിക്ക് വെച്ചിട്ടാണ്. നിങ്ങൾ കമൻസിൽ അഭിപ്രായം പറയാം. കാരണം ഈ ലോജിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളോട് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നേരം എൻ്റെ ആ ഒരു ഇൻ്റലക്ച്വലിന് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഇൻ്റലിജൻസ് അൾട്ടിമേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. അന്നേരം ഡെഫിനറ്റ്ലി ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ഇൻ്റലിജൻസ് കാണും. അന്നേരം ആ ഒരു സൂപ്പർ ഇൻ്റലിജൻസിനെ മനസ്സിലാക്കാൻ ഒരു പ്രോസസ്സ് കാണും. ആ ഒരു പ്രോസസ്സ് ലോജിക്കലി നമ്മൾ ഫോളോ ചെയ്യുക, ഒരു പ്രോപ്പർ റിസൾട്ട് വന്ന ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അന്നേരം നമ്മുടെ ആ സോഴ്സ് നമ്മൾ വെരിഫൈ ചെയ്യണം. അന്നേരം മിക്ക ആൾക്കാരും സോഴ്സിലോട്ട് അധികം വെരിഫൈ ചെയ്യാറില്ല, കുറച്ച് അന്വേഷിക്കും, എന്നിട്ട് പറയും ഈ സ്പിരിച്വൽ പാത്ത് എല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അന്നേരം അത് അവരുടെ പ്രശ്നം. ഇപ്പോൾ ഈ ലോകത്ത് ആധികാരികമായിട്ടുള്ള സ്കൂളും കോളേജുകളും ഉണ്ട്. പക്ഷെ 1-2 ആധികാരികളെ ചെക്ക് ചെയ്യാതെ ഏതെങ്കിലും സ്കൂളിലും കോളേജിലും പോയിട്ട്
അവർ പറയുക ഈ സ്കൂൾ പഠിക്കുന്നതേ വെറുതെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത് അല്ലേ? എല്ലാ പഠിത്തവും എല്ലാ ടീച്ചേഴ്സും ഫേക്കാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ പോവാതെ ഒന്ന് രണ്ട് വ്യാജ ഡോക്ടറുമായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എല്ലാ ഡോക്ടർമാരും വ്യാജനാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അല്ലേ? അങ്ങനെയാണ് കൂടുതലുള്ള ഇങ്ങനത്തുള്ള വ്യക്തികൾ. അന്നേരം നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കൊച്ചു കുട്ടികളാണെങ്കിലും യൗവനാവസ്ഥയിലാണെങ്കിലും മധ്യവയസ്കരാണെങ്കിലും വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നവരാണെങ്കിലും മരണത്തിൻ്റെ അടുത്തെത്തിയവരാണെങ്കിലും സ്പിരിച്വാലിറ്റി, ആധ്യാത്മികമായിട്ടുള്ള കാര്യം, നമ്മുടെ ഈ കാശുണ്ടെങ്കിലും കാശില്ലെങ്കിലും കടത്തിലാണെങ്കിലും നമ്മൾ ഒന്നിൻ്റെ പേരിലും ഇതിനെ മാറ്റി വയ്ക്കാൻ കഴിയില്ല. തിരക്കുണ്ട് എന്നതിൻ്റെ പേരിലും ഇതിനെ മാറ്റി വയ്ക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കാതെ അതിനു വേണ്ടി സമയം ഉപയോഗിക്കാതെ, അതും ഈ സ്പിരിച്വൽ കാര്യങ്ങൾ എന്ന് പറയാം, എനിക്കറിയാം, ഞാൻ ഗീത ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, ഭാഗവത സപ്താഹം ഞാൻ കേട്ടിട്ടുണ്ട്, ഭാഗവതമൊക്കെ അറിയാം, നാരായണി ഇതല്ലേ കഥ, അതല്ലേ കഥ. അങ്ങനെയും അല്ല. അതാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. ഇത് ചുമ്മാ പഠിച്ചിട്ടിങ്ങനെ വെക്കുന്നതല്ല. നമ്മുടെ ഈ ഈ കരാട്ടെ ഇതുപോലെയാണ്. കരാട്ടയിൽ നമ്മൾ കരാട്ടെ ടെക്നിക്സ് കാണാപ്പടം പഠിച്ചിട്ട് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് ആവുമോ? ഇല്ല. ആ പഞ്ച് ചെയ്യുന്നത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അന്നേരം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, ക്വാളിറ്റി കൂടും. മനസ്സിലായില്ലേ? ഇപ്പോൾ വണ്ടി ഓക്കെ, സ്റ്റിയറിംഗ് കറക്കിയാൽ മതി, ഇത് ക്ലച്ച്, ഗിയർ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും? ഇല്ല, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഇറ്റ് റിക്വയർസ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. അതുകൊണ്ട് സ്പിരിച്വൽ പ്രാക്ടീസസ് എന്നാണ്. അന്നേരം ചിലവരൊക്കെ നമ്മൾ ഭക്തർ ജപിക്കുമ്പോൾ ജപിക്കുന്നു, ഈ കാലത്ത് ആരെങ്കിലും ജപിക്കുമോ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ അവർക്ക് ഇതിൻ്റെ പ്രോസസ്സ് അറിഞ്ഞുകൂടാ. അവർ വിചാരിക്കുന്ന ഒരു മാല ഇട്ട് കറങ്ങുമ്പോൾ, കാരണം ഇതുവരെ അവർ കണ്ടിട്ടുള്ള എല്ലാം കള്ള ആൾക്കാരെയാണ്, മാല പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കള്ളന്മാരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു പ്രോസസ്സ് ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ല. അതിന് ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്, അതുകൊണ്ടൊരു റിസൾട്ട് കിട്ടും. ആ രീതിയിൽ അത് ആക്ച്വലി ഇതിലൂടെ നമ്മുടെ ബോധത്തെ, നമ്മുടെ ആ ഉള്ളിലെ ആ ഒരു ആ ഒരു കണക്ടിവിറ്റി ഹയർ സോഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് ടവർ കാണുന്നില്ല, സിഗ്നൽസ് കാണുന്നില്ല. പക്ഷേ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകം മൊത്തമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അന്നേരം ഒരു മൊബൈലിനെ കുറിച്ച് അധികം പരിചയമില്ലാത്തൊരു വ്യക്തി വിചാരിക്കും, എന്തോ ഈ വ്യക്തി എപ്പോഴും ഈ ഒരു സാധനവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ആ വ്യക്തിയുടെ കംപ്ലീറ്റ് വർക്കും ആ മൊബൈലിലായിരിക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തി കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് എപ്പോഴും ഇരിക്കുന്നു, ഇതെന്തോ എപ്പോഴും ഈ കമ്പ്യൂട്ടറിൽ തന്നെ എന്ന് ചിലർക്ക് തോന്നും. പക്ഷേ ആ വ്യക്തിക്ക് അറിയത്തുള്ളൂ എത്രമാത്രം വർക്ക് ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തി ചുമ്മാ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? ഒരു ജനറേഷൻ ഗ്യാപ്പിൽ മിക്കവാറും ഇതുണ്ടാവാറുണ്ട്. എപ്പോഴും മൊബൈലിലാണ്. മൊബൈലല്ല പ്രശ്നം, മൊബൈൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ്. കമ്പ്യൂട്ടറല്ല പ്രശ്നം, കമ്പ്യൂട്ടർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ്. അന്നേരം ഒരു വ്യക്തി ചിലപ്പോൾ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്, അല്ലേ? ഒരു പ്രധാനമന്ത്രി ഇമെയിൽസ് ചെക്ക് ചെയ്യും, വലിയ വലിയ മിനിസ്റ്റേഴ്സുമായിട്ടും വലിയ അന്താരാഷ്ട്ര ചർച്ചകളെല്ലാം ഒരു ലാപ്ടോപ്പിലൂടെ ആയിരിക്കാം, കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കാം, ഒരു മൊബൈൽ ഫോണിലൂടെ ആയിരിക്കാം. അന്നേരം അതേപോലെ നമ്മൾ ഒരു ജപമാല എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ആ പ്രോപ്പർ പ്രോസസ്സിലൂടെ അത് ജപിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാതെ ഒരു മാലയിൽ ഇങ്ങനെ കറക്കിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് എന്ന് എല്ലാവരും ചിലപ്പോൾ ചില വ്യക്തികൾ ചിന്തിക്കും. പക്ഷേ അതൊരു പ്രോപ്പർ പ്രോസസ്സാണ്. ഒരു പ്രോപ്പർ ഗുരു പരമ്പരയിലൂടെ അത് ലഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇതെല്ലാവർക്കും വേണ്ടി പറഞ്ഞതാണ്. അന്നേരം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഉയർന്ന ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പലതും ചെയ്യാൻ പറ്റും. കാശുണ്ടാക്കാൻ വേണ്ടി ഓടണം, കുടുംബത്തിലെ കാര്യം നോക്കാൻ വേണ്ടി ഓടണം.
പക്ഷെ ഒരു ദിവസം നമ്മൾ ഇതെല്ലാം നിർത്തേണ്ടി വരും. വി വിൽ ബി ഫോഴ്സ് ടു റിട്ടയർ. നമ്മൾ റിട്ടയർഡ് ആയാലും ഇല്ലെങ്കിലും നമ്മൾ റിട്ടയർഡ് ആകേണ്ടി വരും. ഇവിടുന്ന്, ഈ ലോകത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ സ്വമേധയാ റിട്ടയർ ആവുന്നത്. ഒരിക്കൽ ഞാൻ ഇതിനുമുമ്പേയും പല പ്രാവശ്യം പറഞ്ഞ കഥയാണ്. ഒരു അശോക ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരിക്കൽ ഒരു ബുദ്ധ സന്യാസി വന്നു. അപ്പോൾ അശോക ചക്രവർത്തിയുടെ അളിയൻ ബുദ്ധ സന്യാസിയെ കുറേ കളിയാക്കി. ഇത്രയും ചെറുപ്രായത്തിൽ എന്തുവാടോ നിങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ഈ ലോകത്തിന് വലിയൊരു ഭാരമാണ്. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ജീവിച്ചൂടെ? ചുമ്മാ തിന്ന് കുടിച്ച് ഉറങ്ങി ജീവിക്കാൻ വേണ്ടി ഓരോ കാവിയിട്ട് നടക്കുകയാണ് എന്നൊക്കെ അവർ എല്ലാം കേട്ടിട്ടും ആളൊന്നും മിണ്ടില്ല. ശാന്തരായിട്ടിരുന്നു. ഇത് കേട്ടിട്ട് അശോക ചക്രവർത്തി വലിയ ദേഷ്യം വിഷമം വന്നു. പക്ഷെ വിചാരിച്ചു ഇവനെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉത്തരം ഇതിന് കൊടുക്കണമെന്ന്. അവസാനം ഒരു ദിവസം അശോക ചക്രവർത്തി അളിയൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ചെറിയ മിസ്റ്റേക്ക് കറക്റ്റ് കിട്ടിയതും ഉടനെ തന്നെ പടയാളികൾ പറഞ്ഞു അവനെ ബന്ദിയാക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവനെ തൂക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. അതിന് വിചാരിച്ചു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്നെ തൂക്കിക്കൊല്ലും. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിൻ്റെ അവസാന ആഗ്രഹം എന്നുള്ള രീതിയിൽ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ പറഞ്ഞു. എനിക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇത് എന്താ പറയുക, ഇതിൻ്റെ ചിന്ത മുഴുവൻ ആ തൂക്കിക്കൊല്ലൂ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷെ എന്നിട്ടും അശോക ചക്രവർത്തി എന്ത് ചെയ്തു, അവനെ സിംഹാസനത്തിലിരുത്തി. എന്നിട്ട് ഒരുപാട് സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കൊണ്ട് നിരത്തി ഒരുപാട് ഇഷ്ടമുള്ള രീതിയിൽ കലാ ആവിഷ്കാരങ്ങളൊക്കെ ആരുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിച്ചു, തമാശകൾ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുക, ഒരു പ്രതികരണവും ഇല്ലാത്ത രീതിയിലിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അശോക ചക്രവർത്തി ചോദിച്ചു, എന്താണ് ഇപ്പോൾ നിന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? പറഞ്ഞില്ല, ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരാഴ്ച നിനക്ക് എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാനുള്ള അവസരം ഞാൻ നൽകിയിരുന്നു. നിൻ്റെ മുമ്പിൽ ഒരുപാട് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളും ഒരുപാട് ഭക്ഷണവും നൃത്തവും എല്ലാം, നിൻ്റെ മനോരഞ്ജനത്തിന് വേണ്ടിയുള്ള എല്ലാ വസ്തുവകകളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് നിൻ്റെ മനസ്സ് അതിലൊന്നും അങ്ങോട്ട് മഗ്നമായില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചു. അന്നേരം ഉടനെ അളിയൻ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ മരിക്കാൻ പോവല്ലേ, അന്നേരം പിന്നെ ഇതൊക്കെ ആസ്വദിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നായിരുന്നു എൻ്റെ ചിന്ത കൊണ്ടത്. അപ്പോൾ ഉടനെ അശോക ചക്രവർത്തി തോളയൊക്കെ അയച്ചിട്ട് പറഞ്ഞു, ഇതേപോലെയാണ് ആ സന്യാസി വര്യന്മാർ. ഇത് കേട്ട ഉടനെ ഒരു കറണ്ട് അടിച്ച ആളുടെ ഉള്ളിൽ കൂടെ. നമ്മൾ ഈ ലോകത്ത് സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്നു, കാരണം നമുക്ക് അറിഞ്ഞുകൂടെ ഒരാഴ്ചയ്ക്ക് ശേഷം മരണമുണ്ടെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള സന്യാസി വര്യന്മാർ ധീരന്മാരാണ്. മുൻകൂട്ടി അവരുടെ ജീവിതം എന്താണെന്ന് അവർ മനസ്സിലാക്കി ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കും എന്ന പരമാർത്ഥത്തെ അവർ സ്വീകരിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് സ്വമേധയാ ഒരു ലളിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് അവർ പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള മഹാഭക്തർ, മഹാസന്യാസിമാരൊക്കെ നമ്മുടെ കൊട്ടാരത്തിലൊക്കെ വരുന്നത് നമ്മളെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവർക്ക് ഡൊണേഷൻ കിട്ടാൻ വേണ്ടിയല്ല. അത് നിനക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ ശിക്ഷ നിനക്ക് നൽകിയത്. പേടിക്കണ്ട, നിന്നെ കൊല്ലത്തൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ആളകത്തോട്ട് പോയി. അശോക ചക്രവർത്തി വിചാരിച്ചു എന്തോ വിഷമം, അത് സന്തോഷം, അതൊക്കെ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഫേസ് ചെയ്യാനുള്ള ബുദ്ധി. കുറച്ച് കഴിഞ്ഞപ്പോൾ വസ്ത്രമെല്ലാം മാറി കാവി ഇട്ടിട്ട് ഓർത്തത്. അപ്പോൾ അശോക ചക്രവർത്തി പറഞ്ഞു, ഇതെന്തുവാ, എന്തു പറ്റി?
അങ്ങ് എൻ്റെ കണ്ണു തുറന്നു. ഇനി മുതൽ എൻ്റെ ജീവിതം സന്യാസ ജീവിതമാണ്. ഹരേ കൃഷ്ണ. അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനു വേണ്ടി ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യണം, എന്തുകൊണ്ട് ഞാൻ ഇത് സീരിയസ്ലി അന്വേഷിക്കണം. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടാകുമ്പോഴോ നമ്മൾ എത്ര ഡീപ്പായിട്ട് അതിനെ അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. അന്നേരം ഇതിനകത്തിരിക്കുന്ന ആത്മാവിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം അനാലിസിസ് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ ഇത്രയും സമയം കൊടുക്കുന്നു, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ലുക്കിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും. അതായത് ഇതിനകത്തിരിക്കുന്ന ആ വ്യക്തി, അതാണ് നമ്മൾ ഒറിജിനലി. ആ വ്യക്തിയെ തിരിച്ചറിയാൻ നമ്മൾ എന്തുകൊണ്ട് സമയം കൊടുക്കുന്നില്ല, അതെന്തുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു പുറമേ ഉള്ള ഈ തോടിനെ മാത്രമേ കാണുന്നുള്ളൂ, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. ആ വ്യക്തിയെ കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയണം. അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ആ വ്യക്തി എങ്ങനെ ഇതിനകത്ത് പെട്ടുപോയി, എങ്ങനെ ആ വ്യക്തി ഇതിൽ നിന്നും പുറത്ത് രക്ഷപ്പെടുത്താം, എങ്ങനെ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാം, ഈ ശരീരമാകുന്ന കാരാഗ്രഹത്തിൽ നിന്നും ഇതിനകത്തിരിക്കുന്ന ആ വ്യക്തിയെ എങ്ങനെ രക്ഷപ്പെടുത്താം. ഒരു ജയിലിനകത്തിരിക്കുന്ന വ്യക്തി എപ്പോഴും എന്തായിരിക്കണം ചിന്തിക്കുക, എങ്ങനെ ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാമെന്നാണ്. ഒരു ഹോസ്പിറ്റലിലായ വ്യക്തി എന്താ ചിന്തിക്കേണ്ടത്, എങ്ങനെ എനിക്ക് ഈ രോഗത്തിൽ നിന്നും പുറത്തു വരാം. അല്ലാതെ ഹോസ്പിറ്റൽ ജീവിതം ഒരു ജീവിതമാക്കി ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ഭ്രാന്താണ്. ഒരു ജയിൽ ജീവിതം അതൊരു ജീവിതമാണോ? അല്ല. അതുകൊണ്ട് ഈ ശരീരം ഒരു ജയിലാണ്. നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ പ്രവണതകളെയും ബന്ധിപ്പിച്ച് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ബദ്ധാത്മാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നുള്ള മോചനം. മനസ്സിൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളിൽ നിന്നും, നമ്മുടെ മനസ്സ് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ കിടന്ന് കളിക്കുകയാണ്. ആ ആഗ്രഹങ്ങളെ ഉയർത്തുക, അതാണ് ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ചിന്താഗതി. അങ്ങനെ ഈ ആത്മാവിനെ ഇതിൽ നിന്നും പുറത്തെടുക്കുക, ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഹൈ ടെക്നോളജി. ഒരു ശരീരത്തെ ചന്ദ്രനിൽ കൊണ്ടുപോകുന്നതോ ചൊവ്വാഗ്രഹത്തിൽ കൊണ്ടുപോകുന്നതല്ല, ആത്മാവിനെ ഇതിൽ നിന്നും പുറത്തെടുക്കുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി. ഇതിൽ നിന്ന് മാത്രമല്ല, മനസ്സിൽ നിന്ന് പുറത്തെടുക്കുക എന്നതാണ്. ഇതിൽ നിന്ന് എന്തായാലും നമ്മൾ പുറത്തു വരും ശരീരം നശിക്കുമ്പോൾ. പക്ഷേ ഈ മനസ്സാകുന്ന ചങ്ങലയിൽ നിന്നും ആത്മാവ് പുറത്തു വന്ന് മുക്തനാവുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഹൈടെക് വിദ്യ. അതാണ് ഋഷിമാരൊക്കെ വർഷങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളും അന്വേഷിക്കേണ്ടത്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളെ ആരും ഉപദേശിക്കുന്നതല്ല, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇതൊരു മറ്റ് യൂട്യൂബ്, ഫേസ്ബുക്കിലെ എന്തെങ്കിലും ഒരു ബ്ലോഗ് പോലെയല്ല ഈ ഒരു വീഡിയോ എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് നമ്മളത് ഫോളോ ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. എല്ലാവരും കമൻസിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ടൈപ്പ് ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്നും ഇഷ്ടപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് കമൻസിലിടാം. ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.